ഹലോ ഗൈസ്, വിഷുവിൽ എങ്ങനെ പോയിനി? എന്റെ വിഷു വ്ലോഗ് ഇടാൻ എനിക്ക് ഇപ്പം ആ സമയം കിട്ടി. വിഷുവിന്റെ അന്ന് നാട് വിട്ടതാ, പിന്നെ ഇന്നലെ ലാൻഡായി. എന്റെ വ്ലോഗ് ഇപ്പോഴത്തെ തന്നെ ഉണ്ടാവും, ഒന്ന് ഫോളോ ആക്കി സപ്പോർട്ട് ആക്കണേ. വിഷുവിന്റെ തലേ ദിവസം നമ്മള് അമ്മയുടെ വീട്ടിലായിരുന്നു ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ ഉണ്ണിയപ്പം ചുടാനും പിന്നെ ചെറിയ ചെറിയ പണിയൊക്കെ ആയിരുന്നു അന്നത്തെ ദിവസം ഉണ്ടായി. അന്ന് ഞാൻ ആദ്യമായിട്ട് ഉണ്ണിയപ്പം ചുടാൻ പഠിച്ചു. എന്റെ സ്വത്തമണിയായ ശൈലമ്മ എനിക്കത് പഠിപ്പിച്ചു തന്നു. പിന്നെ നമ്മളെ വിഷു കൈനീട്ടം വാങ്ങിക്കലായിരുന്നു പണി. ഈ അറിഞ്ഞു തരുന്ന കൈനീട്ടത്തിനെക്കാളോ ഒരു രസോ ചോദിച്ചു വാങ്ങിക്കുമ്പോഴാണ്. ഏത് കൈയാ നീട്ടണ്ടേ? ഈ കൈ നീട്ടണോ മറ്റേ കൈ നീട്ടണോ? എന്റെ നല്ലവനായ മാമൻ നമുക്ക് കൈ നീട്ടി തന്നിന്. അമ്മയുടെ വീട്ടിൽ നിന്ന് തിരിച്ചു വരാൻ വളരെ ലേറ്റ് ആയതുകൊണ്ട് തന്നെ കണി വെക്കാൻ നമ്മുടെ വീട്ടിൽ ലേറ്റായി. രാത്രി 12 മണിക്കാണ് ഞാൻ എന്റെ വിഷുക്കണി മുഴുവൻ ഒരുക്കി കഴിഞ്ഞ്. ഞാൻ ഒരുക്കിക്കൊണ്ട് പറയുന്നില്ല, പക്ഷെ എന്താ ഒരു ഭംഗി. പിന്നെ കൃത്യം 4 മണിക്ക് എന്റെ മാതാശ്രീ നമ്മെ ഉണർത്തി. എങ്ങനെ കണി കാണും നേരക്ക മലർന്നേ. അയ്യോ വേണ്ട, കൃഷ്ണനോടിപ്പോ. ശരീരം മാത്രം അവിടെയുള്ള എന്റെ പിതാശ്രീ എനിക്ക് പിന്നെ കൈനീട്ടം തന്നു. പിന്നെ 3 പൂക്കുറ്റിയും 3 ചറവറയും പൊട്ടിച്ചു. കണ്ണൂർക്കാറാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ഇല്ല, വീട്ടുകാർക്ക് ഇതെല്ലാം കാണാനേ ഇഷ്ടമുള്ളൂ. അതുകൊണ്ട് തന്നെ ഇമാര് സാധനങ്ങളൊന്നും നമ്മളെ വീട്ടിലുണ്ടാവില്ല. രാവിലെ എണീറ്റതിന് ശേഷം കുളിച്ച് മാറ്റി അമ്പലത്തിലെല്ലാം പോകണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഉറക്കം കാരണം ഞാൻ വീണ്ടും കണ്ണുറങ്ങി. മടിയന്റെ കൂടപ്പിറപ്പ് ആയതുകൊണ്ട് ഒന്നും പറയുന്നില്ല. നമ്മുടെ മലബാറുകാർക്ക് എപ്പോഴുള്ള പ്രത്യേകതയാണ് ഇങ്ങനെ സ്പെഷ്യൽ ഡേയ്സിന് ചിക്കൻ കറിയും ബിരിയാണിയും അങ്ങനെയെല്ലാം വെക്കുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ സദ്യ ഒന്നും ഇല്ലേനു. നെയ്ച്ചോറും ചിക്കൻ കറി ആയിരുന്നു ഉണ്ടായ. പിന്നെ ചോറ് ഒന്ന് മാറ്റി നമ്മുടെ നേരെ നാട് വിട്ട്. ഇനി അടുത്ത വിശേഷം അടുത്ത വീഡിയോ പറയാം.